ഓണമൊക്കെ ആയതുകൊണ്ട് ഇന്ന് നമ്മൾ നല്ലൊരു പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരുവിധം നല്ലപോലെ പഴുത്ത പൈനാപ്പിൾ എടുക്കണം, എന്നാലേ നമ്മൾ പച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. ഞാൻ ഇതുപോലെ പൈനാപ്പിൾ നല്ലതുപോലെ ഇതിൻ്റെ കണ്ണൊക്കെ കളഞ്ഞ് നല്ലപോലെ ഒന്ന് ചേർത്ത് ചെത്തിയെടുക്കണം. ഒത്തിരി കണ്ണുണ്ടെങ്കിൽ കറിക്ക് നമുക്കൊരു ടേസ്റ്റ് വരില്ല. അപ്പോൾ നമ്മളതിൻ്റെ കേടുള്ള ഭാഗമൊക്കെ ഇങ്ങനെ വരുമ്പം നമ്മളിത് അരിയുമ്പോൾ ഈ ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞാൽ മതി. ഒരുവിധം പഴുത്തതാകുമ്പോൾ ഇച്ചിരി ചെറിയ ചതവൊക്കെ കാണും പൈനാപ്പിൾ വാങ്ങിക്കുമ്പോൾ, അത് നമ്മൾ നല്ലപോലെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇത് നല്ലപോലെ നമുക്ക് കൊത്തി അരിഞ്ഞെടുക്കണം. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരുവിധം മീഡിയം സൈസ് പൈനാപ്പിളാണ്, അതുകൊണ്ട് നമ്മൾ ഒരു മുറി തേങ്ങ മതിയാവും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾക്ക് ഈ തേങ്ങയുടെ കൂടെ അരയ്ക്കാൻ ഒരു നുള്ളു ജീരകവും കൂടെ വേണം. പിന്നെ ഈ കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഇത് കടുക് പൊട്ടിച്ചിടാനുള്ളതാണ്. പിന്നെ നമുക്കൊരു അരക്കപ്പ് തൈര് വേണം. നല്ല കട്ട തൈര് എടുക്കുവാണെങ്കിൽ ഒരുപാട് പുളിയുള്ളത് എടുക്കല്ലേ, നല്ല കട്ട തൈര് എടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയെ 2 പച്ചമുളക്, ഇത് നല്ലതുപോലെ ഒന്ന് കൊച്ചായിട്ട് അരിഞ്ഞു വെക്കണം. പിന്നെ ഞാൻ ഇതൊരു 1/4 സ്പൂണ് കടുകാണ്. ഇത് കടുക് നമ്മൾ അരയ്ക്കുന്നില്ല, തേങ്ങയുടെ കൂടെ നല്ലപോലെ ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നതാണ് കടുക്. ആദ്യം തന്നെ ഈ പൈനാപ്പിൾ നല്ലപോലെ ഒന്ന് കൊത്തി അരിഞ്ഞ് നല്ല ചെറിയതായിട്ട് എടുക്കാം. പിന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഈ പൈനാപ്പിളൊക്കെ മേളിൽ തന്നെ ഇങ്ങനെ പോലെ നല്ലപോലെ ചെറിയതായിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് ഒന്ന് വരഞ്ഞു വെക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ നല്ലതുപോലെ അങ്ങ് അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പം നല്ല ചെറിയ ചെറിയ പീസായിട്ട് കിട്ടും. നമ്മൾ ഈ വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോൾ പതിനായപ്പോഴിന് ഇച്ചിരി വേവുണ്ട്. അപ്പം ചെറുതായിട്ട് അരിയുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അതുകൊണ്ട് നമ്മളിങ്ങനെ നല്ലതുപോലെ കൊത്തിയെടുത്തിട്ട് അരിയുവാണെങ്കിൽ നമുക്ക് നല്ല പൊടിയായിട്ട് കിട്ടും. നമ്മളിങ്ങനെ ചീകിയെടുത്താൽ മതി. അപ്പോൾ ആ നടുക്കത്തെ തണ്ട് ഇടല്ലേ പൈനാപ്പിളിൻ്റെ പച്ചടി ഉണ്ടാക്കുമ്പോൾ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ലപോലെ ചീകിയെടുക്കുമ്പോൾ നമുക്ക് ചെറിയ പീസായിട്ട് കിട്ടിയില്ലേ, പിന്നെ ഇങ്ങനെ അടത്തിയെടുത്താൽ മതി. ഇപ്പം നമ്മൾ നല്ലപോലെ അരിഞ്ഞെടുത്തിരിക്കുന്ന ഈ പൈനാപ്പിൾ ഒരു കടയിലോട്ട് ഇടാൻ നമുക്ക്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഇഞ്ചി പച്ചമുളകും കൂടെ ഇട്ടിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് വേവിപ്പിക്കാൻ വെക്കാം. ഇപ്പോൾ ഈ പൈനാപ്പിൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് മൂടി വേവിക്കണം. പൈനാപ്പിളിൻ്റെ വെള്ളവും കൂടി ഇറങ്ങും, അത് കാരണം ഒരുപാട് വെള്ളം ഒഴിക്കല്ലേ, ഒരു ഗ്ലാസ് ഒഴിച്ചാൽ മതി. ഇത് വെന്ത് കഴിയുമ്പോഴത്തേനും കൃത്യം ഇത് പാകമായിട്ടിരിക്കും. നമുക്കിതിപ്പം മൂടി വെക്കാം. പൈനാപ്പിൾ വേവുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ തേങ്ങയും കൂടി അരച്ചെടുക്കാം. ഈ തേങ്ങയുടെ കൂട്ടത്തിൽ ഒരു നുള്ളു ജീരകവും കൂടി ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. നല്ലത് മയത്തിൽ അരയ്ക്കണം, നല്ല പച്ചടിക്ക് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. ഒരുപാട് നീണ്ടു പോവാതെ നമ്മൾ അരച്ചെടുക്കണം. നമുക്ക് അരച്ചെടുക്കാം. പൈനാപ്പിൾ വെന്തോന്ന് നോക്കാം. അപ്പം പൈനാപ്പിൾ ഇതുകൊണ്ട് നല്ലതുപോലെ വെന്ത് വെള്ളമൊക്കെ പറ്റിയിരിക്കുക. ഒരുപാട് വെള്ളം കാണല്ലോ, വെള്ളം ഉണ്ടല്ലോ നമ്മുടെ പച്ചടി നീണ്ടു പോകും. അഥവാ വെള്ളം കൂടുതൽ പൈനാപ്പിളിനകത്തു നിന്നാണെങ്കിലും ചിലപ്പോൾ ഇറങ്ങിയാൽ നമുക്കൊന്ന് പറ്റുന്നത് വരെ വെക്കണം. ഇപ്പം സമയത്ത് നമ്മളിത് തേങ്ങ ഞാൻ അരച്ച് വെച്ചിരിക്കുന്നത് നല്ല മയത്തിൽ അരച്ചിട്ടുണ്ട്. തേങ്ങയും ജീരകവും മാത്രമേ ഉള്ളൂ. നമ്മൾ കടുക് ചതച്ചത് നേരെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ കടുക് ചതച്ച് വെച്ചതും കൂടി ഇടാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കാം. പിന്നെ നമ്മൾ തൈരും കൂടെ ഒഴിക്കുന്നുണ്ട്. തൈര് ഒഴിച്ചിട്ട് നമ്മൾ ഒരുപാട് സമയം വെക്കുന്നില്ല, ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കാം. നമുക്ക് തേങ്ങ അരച്ചത് ചേർത്തതല്ലേ. തേങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ തൈരും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി വാങ്ങാം. ഇനി നമുക്കൊന്ന് കടുകും കരിവേപ്പിലയൊക്കെ ഒന്ന് വറുത്തിടാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഈ സമയത്ത് നമ്മളൊന്ന് നോക്കണം കേട്ടോ. ആണെങ്കിൽ ഇപ്പം നമുക്ക് ഇത് ഗ്യാസ് ഓഫാക്കുവാണ്, നമുക്ക് കടുക് വറുത്തിടാം. കടയിൽ വെച്ചിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കടുകൊക്കെ വറുത്തിടാൻ വെളിച്ചെണ്ണയാണെങ്കിൽ പച്ചടിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമുക്കിതിരി കടുക് വറുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു 2 വറ്റൽമുളക് ഞാൻ എടുത്തിരിക്കുന്നത്. 2 വറ്റൽമുളകും കൂടി ഇട്ട് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇടാം. നമ്മളിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കാം. നമുക്കിനി നല്ലൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. പൈനാപ്പിൾ പച്ചടി നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചെറിയൊരു പുളിയും മധുരവും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് കൂട്ടാൻ നല്ലതാണ്. ഈ
ഓണസദ്യക്ക് എല്ലാവരും പൈനാപ്പിൾ പച്ചടി ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഓണാശംസകൾ.